നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. വിശക്കുന്നവന്റെ വേദന സ്വന്തം വേദനയായി കണ്ട് ഒരു പാചക തൊഴിലാളിയുടെ കാരുണ്യസ്പർശം. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 400 പേർക്കുള്ള ബിരിയാണി ഒരുക്കി നൽകിയിരിക്കുകയാണ് ചിറ്റണ്ട സ്വദേശിയായ അഷറഫ്. DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായാണ് അഷറഫും കുടുംബവും ഈ സ്നേഹവിരുന്ന് ഒരുക്കിയത്. ചെറിയ വരുമാനത്തിലും വലിയ മനസ്സ് കാട്ടുകയാണ് പാചക തൊഴിലാളിയായ ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ അഷറഫ്. കാറ്ററിംഗ് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ സമ്പാദ്യത്തിൽ നിന്നാണ് മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്കായി അഷറഫ് ഭക്ഷണമൊരുക്കുന്നത്. DYFI കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റി മെഡിക്കൽ കോളേജിലേക്ക് നൽകുന്ന ഭക്ഷണപ്പൊതി പദ്ധതിയിലേക്കാണ് അഷറഫ് ഇത്തവണ 400 പേർക്കുള്ള ബിരിയാണി നൽകിയത്. വർഷത്തിൽ 2 തവണയാണ് കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റി ഭക്ഷണ വിതരണം നടത്തുന്നത്. ഈ 2 തവണയും അഷറഫിന്റെ വക ബിരിയാണി പതിവാണ്. 2016 മുതൽ ഇത്ര വർഷമായിട്ട് ഈ 18ാം ഘട്ടത്തിലും ഈ ഒരു ഘട്ടം പോലും മുടങ്ങാതെ നമ്മൾക്ക് 350ഓളം പൊതിച്ചോറുകൾ, അതും ബിരിയാണികൾ തരുന്ന ഒരു ഇക്കടെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ സ്വന്തം അഷറഫുക്കയുടെ അടുത്താണ്. നമ്മൾക്ക് ഹൃദയപൂർവ്വം തുടങ്ങിയ അന്ന് മുതൽ അഷറഫുക്ക ഇതുവരെ മുടങ്ങാതെ 300 മുതൽ 400 പൊതിച്ചോറുകൾ വരെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾക്ക് 400 ബിരിയാണികളാണ് ഇവിടെ വെച്ച് തന്നിട്ടുള്ളത്. ഇന്ന് പൂരമാണ്, നമ്മളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ പൂരമാണ്. എന്നിട്ട് പോലും ഈ 18 പൂരം നടന്നിട്ടും അവിടേക്കുള്ള ഓർഡറുകൾ ഉണ്ടായിട്ടും ആ തിരക്കിൻ്റെ ഇടയിലും നമ്മൾക്കിവിടെ പൊതിച്ചോറുകൾ ഏകദേശം 400ഓളം പൊതിച്ചോറുകൾ നമ്മൾക്കിവിടെ അഷറഫുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതും ബിരിയാണികളാണ് അവിടെ കിടക്കുന്ന രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടി തന്നിട്ട്. അഷറഫിന് പിന്തുണയുമായി സഹോദരൻ ഷെഹിനും ഭാര്യ നദീറയും മക്കളും ഒപ്പമുണ്ട്. കുണ്ടന്നൂർ മേഖലാ സെക്രട്ടറി മിഥുൻ ലാൽ, ലോക്കൽ കമ്മിറ്റി അംഗം AR അനൂപ്, ചിറ്റണ്ട സെന്റർ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി.